ഇലക്കറികളുടെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ ചീര കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കണേ. അതിന് മുമ്പ് ചീരയുടെ ചില ഗുണങ്ങളൊന്നും നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാലോ. നമ്മുടെ ചീരയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ചീര ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കണ്ണിൻ്റെ പല അസുഖങ്ങൾക്കും ചീര കഴിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വൈറ്റമിൻ എന്ന് പറയുന്നത് ചീരയിൽ അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. ഇത് നമ്മുടെ മുടിക്കും ചർമ്മത്തിനൊക്കെ തിളക്കം കൊണ്ടുവരാൻ സഹായിക്കും. പിന്നെ ഇതിൽ ധാരാളം അയേണും മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടാനായിട്ട് ചീര സഹായിക്കുന്നുണ്ട്. ഈ വിളർച്ചയൊക്കെ ഉള്ളവർക്ക് ഡോക്ടർമാർ കുറേ ചീര കഴിക്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ബ്ലഡ് കൗണ്ട് പെട്ടെന്ന് കൂടാനാണ്. പിന്നെ ചീരയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഫൈബേഴ്സൊക്കെ ഉണ്ട്. ഇത് ദഹനത്തിനൊക്കെ സഹായിക്കും. ഈ കുടൽ ക്യാൻസറൊക്കെ തടയാൻ ചീരയ്ക്ക് കഴിവുണ്ടെന്നാണ് ഇപ്പോൾ സ്റ്റഡീസൊക്കെ പറയണത്. അപ്പോൾ അതേ ഞാൻ ഇവിടെ ചീര കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ചീര ഭക്ഷണത്തിലൊന്ന് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണേ. ചീര ദേ നന്നായി കഴുകി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കണ ചീരയാകുമ്പോൾ അതിൽ വിഷാംശമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നന്നായി കഴുകിയിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ സവാള അല്ലെങ്കിൽ ഒരു 10-12 ചുവന്നുള്ളി അത് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കത് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ദേ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് എടുക്കണല്ലോ കേട്ടോ, കാരണം കുറച്ച് ചീരയേ ഉള്ളൂ. നിങ്ങൾ ആവശ്യത്തിന് അളവിനനുസരിച്ച് എടുക്കണേ. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് വേണമെങ്കിൽ അരച്ചില്ലേ, നേരത്തെ ക്രഷ് ചെയ്തില്ലേ, ആ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തൊന്ന് മാത്രം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേണം ഒന്ന് ചീര വേവിക്കാനായിട്ട്. ഇത് നമ്മൾ ചീര ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് വാടി കിട്ടും. അപ്പോൾ നമ്മൾ എത്ര ചീര അരിഞ്ഞാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മളതൊന്ന് മൂടി വെച്ച് ആ ആവിയിൽ കിടന്നത് വേവട്ടെ. ചീര ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ തോരൻ വെച്ച് കഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് പണി അധികം ഇല്ല, പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ദേ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോ നോക്കുകയാണ്. വെന്തോന്ന് അറിയാനായിട്ട് അതിൽ ചെറിയ ചീരയുടെ തണ്ടുകൾ ഉണ്ടാവില്ലേ, ഇളം പോലത്തെ തണ്ടുകൾ കിടക്കുന്നുണ്ടാവും. അതൊന്ന് ഞെക്കി നോക്കി കഴിഞ്ഞാൽ വെന്തോന്നറിയാം. ഇതിവിടെ വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേവാണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ഒന്നത് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുക ചെയ്യണം. അത് നമ്മളെടുക്കുന്ന ചീരയുടെ ഇതനുസരിച്ചിട്ട് വേവ് വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ടും ഒക്കെ ചീരയുടെ വേവിന് വ്യത്യാസം വരും. അപ്പോൾ ചീര ദേ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ നാളികേരം, അത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കുക. ഈ സമയത്തെ ഉപ്പൊക്കെ നോക്കിക്കോളൂ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു. അപ്പം ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ആവണ്ട കേട്ടോ, കാരണം ചീര ആയതുകൊണ്ട് ഇലക്കറികളിലൊക്കെ ഉപ്പ് പെട്ടെന്ന് പിടിക്കും. അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാളികേരത്തിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ നാളികേരം ഒക്കെ അതിലെല്ലാം യോജിച്ച് അതിൻ്റെ പച്ച കുത്തൊക്കെ മാറിയിട്ട് നല്ല സെറ്റായി കിട്ടും കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ട്. നമുക്കിത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്, ചോറിനൊപ്പം കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ചീര കറി വെച്ചോ സൂപ്പായിട്ടോ അതുപോലെ തോരൻ വെച്ചോ എങ്ങനെയായാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കോളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്